2023 പോപ്പ് ഫ്രാൻസിസ് വിവാഹത്തിൽ കത്തോലിക്ക സഭയുടെ അനുശാസനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വവർഗ വിവാഹങ്ങളെ ആശീർവദിക്കാനുള്ള അനുവാദം വൈദികർക്ക് നൽകി. പെസഹ ദിനത്തിലെ കാൽകഴുകൽ ചടങ്ങിൽ പുരുഷന്മാർ മാത്രമാകുന്ന പതിവ് പോപ്പ് ആയ ശേഷമുള്ള ആദ്യ പെസഹയിൽ തന്നെ ഫ്രാൻസിസ് തിരുത്തിക്കുറിച്ചു. 2013 ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ചവരിൽ 10 പുരുഷന്മാരും 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. റോമിലെ കാസ ദെൽ മാർമോ ജയിലിലെ തടവുകാരായിരുന്നു അവർ. പോപ്പ് ഫ്രാൻസിസ് കാൽ കഴുകി ചുംബിച്ച തടവുകാരിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുസ്ലിങ്ങളായിരുന്നു. സഭയുടെ സുപ്രധാനമായ സംവിധാനങ്ങളിൽ സ്ത്രീകളെ നിയമിച്ചും പോപ്പ് ഫ്രാൻസിസ് സഭയെ പുതിയ വഴികളിലേക്ക് നയിച്ചു. ലൈംഗികതയുടെ മൂല്യങ്ങളെ പ്രശംസിച്ച മാർപ്പാപ്പയുടെ പ്രതികരണവും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മനുഷ്യർക്ക് ദൈവം നൽകിയ മനോഹരമായ വരദാനങ്ങളിൽ ഒന്നാണ് ലൈംഗികതയെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. ഡിസ്നി പ്രൊഡക്ഷന്റെ ദി പോപ്പ് ആൻസേഴ്സ് എന്ന ഡോക്യുമെന്ററിയിലായിരുന്നു പരാമർശം. 10 യുവാക്കളുമായി മാർപ്പാപ്പ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരുന്നത്. LGBT അവകാശങ്ങൾ, ഗർഭചിത്രം, നീലചിത്ര വ്യവസായം, കത്തോലിക്ക സഭയിലെ വിശ്വാസം, ലൈംഗിക ചൂഷണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പോപ്പിന്റെ അഭിപ്രായം ആരാഞ്ഞത്. ലൈംഗികത പ്രകടിപ്പിക്കുക ഒരു സമൃദ്ധിയാണ്. യഥാർത്ഥ ലൈംഗിക പ്രകാശനത്തിൽ നിന്നുള്ള വ്യതിചലനം ആ സമൃദ്ധിയിൽ കുറവ് വരുത്തും. സ്വയംഭവത്തെ ഉദ്ദേശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. കത്തോലിക്ക സഭ LGBT സമൂഹത്തെ സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം ആരെയും തിരസ്കരിക്കുന്നില്ല. ആരെയും സഭയിൽ നിന്ന് പുറത്താക്കാൻ എനിക്ക് അവകാശവുമില്ലെന്നും പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരുന്നു. ഗർഭചിത്രത്തിന്റെ കാര്യത്തിലും ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഗർഭചിത്രം നടത്തിയ സ്ത്രീകളോട് പുരോഹിതർ കാരുണ്യത്തോടെ പെരുമാറണം. എന്നാൽ ഗർഭചിത്രം അംഗീകരിക്കാനാവില്ലെന്ന് തന്നെയാണ് നിലപാട്.